കേരളത്തിലുള്ള എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം. ദീർഘവീക്ഷണം. ഒന്നും പറയാൻ പറ്റത്തില്ല, അത് കട ബാധിക്കും. അതിലെന്തോ ഒരു കള്ളത്തരമില്ലേ? നിൽക്കരുത്, ഇവിടെ നിൽക്കരുതെന്ന് ഞാൻ ഇരിക്കുക. നമ്മൾ ഇന്ന് എന്ത് ചോദിക്കും? ഇന്നൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആവാം. നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ പറ്റി ചോദിച്ചാലോ? വി.ഡി. സതീശൻ. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചോദിക്കണ്ട. അങ്ങനെയാണേ പ്രതിപക്ഷ നേതാവിന് വി.ഡി. സതീശന് 10-ൽ എത്ര മാർക്ക് കൊടുക്കുമെന്ന് ചോദിക്കാം. അത് കൊള്ളാം, അത് കൊള്ളാം. വാ 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 വാ. എനിക്കൊരു അഭിപ്രായമില്ല. 3 മാർക്ക് കൊടുക്കാം. അയ്യോ, ഇന്നത് പേപ്പറിൽ കണ്ട് അതിനെ പറ്റി പ്രതികരിക്കലേ ഉള്ളൂ. അത് തെറ്റോ ശരിയോ നോക്കാത്ത ഒരാളാണ്. ഞങ്ങൾക്ക് മാർക്ക് കൊടുത്ത കാര്യമില്ല. 9 എത്ര മാർക്ക് കൊടുക്കും? കാരണം എന്താ? പുള്ളിയുടെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട് അത്യാവശ്യം വിവരമുള്ള മനുഷ്യനാണ് തോന്നിയിട്ടുണ്ട്. 9 അതെന്താ? പുള്ളി എനിക്ക് എല്ലാം പഠിച്ചിട്ട് പറയുന്ന ഒരാളാണ്. കുറച്ചുകൂടി നോളജ് കാര്യങ്ങളാ. ഭരണപക്ഷത്തിനെതിരെ നല്ലൊരു പ്രതിപക്ഷമാണ് ഉള്ളത് നിലവിലുള്ളത്. അപ്പോൾ എല്ലാത്തിനും എതിരെ പ്രതികരിക്കുന്നതുകൊണ്ട് ഒരു 8 കൊടുക്കാം. ഒന്നും ചെയ്യാതിരുന്നാലോ? അത് നല്ലതാ. പക്ഷെ പ്രൊഡ്യൂസർ കൊല്ലും. വി.ഡി. സതീശനെയൊക്കെ അറിയാവോ? ഇല്ല. അതിലെന്തോ ഒരു കള്ളത്തരമില്ലേ? പറ. 10 മാർക്ക് കൊടുക്കും. കാരണം വി.ഡി. സതീശനെ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളുടെ നാട്ടുകാരനായോണ്ട് 10 കൊടുക്കും. നല്ല ആളാണെന്ന് അറിയാതുകൊണ്ട് എനിക്കൊന്ന് എല്ലാവരോടും ഇടപെടുക്കാൻ നല്ലതാണെന്ന് തോന്നുന്നു. എല്ലാം സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് തന്നെയാണ്. എനിക്ക് മാർക്ക് കൊടുക്കാമല്ലോ, ഒരു 3 മാർക്ക് കൊടുക്കാൻ പറ്റും. എന്താ കാര്യം? എന്താ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അയാൾ മുഖ്യമന്ത്രിയായ നാട് മുടിയും. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി.ഡി. സതീശന് 10-ൽ എത്ര മാർക്ക് കൊടുക്കും? എന്റെ ഹെൽത്തിനൊന്നും പ്രോബ്ലം ഉണ്ടാവില്ല. ചേട്ടാ കണ്ണും കൂട്ടിയെന്ന് പറഞ്ഞു. 5. എന്താ അത്ര സെൻസിബിൾ ആയിട്ടൊന്നും ഇങ്ങനെ സംസാരിക്കാറില്ല. ഭരണപക്ഷത്തിന് എഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറയണമല്ലോ എന്ന് പറയുക. വി.ഡി. സതീശൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. മാർക്ക് കൊടുക്കൂ? ആർക്കും ഞാൻ വി.ഡി. സതീശൻ ജയിക്കണമെന്ന് താല്പര്യമില്ല. അടുത്ത ഇലക്ഷനിൽ ബൈ ചാൻസ് UDF ജയിക്കുകയാണെങ്കിൽ അയാൾക്ക് മുഖ്യമന്ത്രി ആവുന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. ഉറപ്പില്ല. അത് ലക്ഷ്യമാക്കിയാണ് പുള്ളിയുടെ സംസാരം മുഴുവൻ. അതാണ് അയാളുടെ എയിം മുഴുവൻ. അതാണ് അങ്ങ ഫേവറേറ്റ് ലീഡർ ആര്? വിജയ് വേറെ വിജയ് ഫാനാ? ഫാമിലിയാവേ ടിവിക്ക് ഇവിടെ എന്നാ ചെയ്യുക? ഇവിടെ ഈ ഷോപ്പ് എടുത്തോ? ഈ ഷോപ്പിന്റെ മുതലാളിയാണോ ഇരിക്കുന്നത്? ആ ഒരു എളിമ. വി.ഡി. സതീശന് 10-ൽ എത്ര മാർക്ക് കൊടുക്കും? ഒന്നും പറയാൻ പറ്റത്തില്ല, അത് കട ബാധിക്കും. കേരള രാഷ്ട്രീയത്തിന് അങ്ങനെ വലിയ വട്ടി വാക്കുമ്പോ എനിക്ക് ഇതാവും വലിയ ആ ചായ. താങ്ക് യു. എടാ നിനക്കൊരു കാര്യം അറിയാം, ഈ ചൂടുള്ള ചായ പോലെയാണ് കേരള രാഷ്ട്രീയത്തിലെ ചൂടുള്ള ചർച്ചകളും. അതെന്നാ? എടാ നമ്മളിപ്പോ ചോദിച്ച ചോദ്യത്തിന് ഉദാഹരണം, പ്രതിപക്ഷ നേതാവിന്റെ നിലയിൽ വി.ഡി. സതീശന് എത്ര മാർക്ക് കൊടുക്കും ചോദിച്ചപ്പോ നീ കേട്ടില്ല ഉത്തരങ്ങൾ. ചിലര് 10 കൊടുക്കാന്ന് പറഞ്ഞു, ചിലര് പറഞ്ഞു ഒന്നും കൊടുക്കത്തില്ലെന്ന്. അപ്പൊ അങ്ങനെയാണ് പൊതുജനത്തിന്റെ അഭിപ്രായങ്ങൾ, പലവിധ അഭിപ്രായങ്ങളാണ്. അപ്പൊ ഇന്നത്തെ വൈറ്റ് ടോക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ പുതിയൊരു ചോദ്യമായി കാണാം. സൈനിങ് ഓഫ് സിയ സുസൈൻ. സരിക സജി. ബൈ ബൈ.